സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണത്തിനായി കാസർഗോഡ് ചാലിങ്കാലിൽ കരാർ കമ്പനി അനുമതിയില്ലാതെ നടത്തിയ വൻ മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടത്തിയ മണ്ണെടുപ്പിന്റെ കാഴ്ചകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ കാസർഗോഡ് ചാലിങ്കാലിൽ നിന്ന് വൻതോതിൽ മണ്ണ് കടത്തിയ സംഭവം നിർമ്മാണ കമ്പനിയായ മേഘയ്ക്ക് ജിയോളജി വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കുമ്പളയിലെ നിരീക്ഷണ ക്യാമറ മിഴി തുറന്നതോടെ നിയമലംഘനത്തിന് 1 ലക്ഷം രൂപ വരെ പിഴയിട്ട നോട്ടീസ്. 2023 സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനരഹിതമായിരുന്നു. പനയാൽ സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കൂടംകല്ല് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനം നിലച്ചു. ഡോക്ടർമാരുടെ ഒഴിവ് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. MSF സൗത്ത് ചിത്താരി ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. കോട്ടം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ ലഭ്യമാവാതെ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങരുത് എന്ന ലക്ഷ്യവുമായി അക്ഷരമുറ്റം എന്ന പേരിൽ പഠനോപകരണ വിതരണം നടത്തി. കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞോട്ട് ദേവാലയത്തിന്റെ പാലാഴി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണത്തിനായി കാസർഗോഡ് ചാലിങ്കാലിൽ കരാർ കമ്പനി അനുമതിയില്ലാതെ നടത്തിയ വൻ മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടത്തിയ മണ്ണെടുപ്പിന്റെ കാഴ്ചകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. പ്രദേശത്ത് തടാകത്തിന് സമാനമായ രീതിയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ദേശീയപാതയിൽ പെരിയ ചാലിങ്കാൽ സ്റ്റോക്ക് യാർഡിനായി അനുവദിച്ച സ്ഥലത്തിന്റെ മറവിലാണ് 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നിന്ന് കരാർ കമ്പനി വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയിരിക്കുന്നത്. റവന്യൂ ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ നടത്തിയ മണ്ണെടുപ്പ് കാരണം മഴ ശക്തമായതോടെ പ്രദേശം വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് നേരിടുന്നത്. പല വീടുകളിലും തറ വരെ വെള്ളം കയറിയിരിക്കുന്നു. സമീപത്തെ പറമ്പിൽ ഡിജിറ്റൽ സർവേ നടത്തുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. സ്ഥലത്ത് 20 കോലോളം താഴ്ച ഉള്ളതായി നാട്ടുകാർ പറയുന്നു. ഇത് ഈ ഹൈവേ റോഡിൻ്റെ തൊട്ട് അടുത്താണ്. മൺകൂണുകളൊക്കെ ഉണ്ടാക്കി ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്കും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ അവരാദ്യം മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് ഇവിടെ ഇത്തരത്തിലുള്ള കുഴികൾ ഉണ്ടാക്കി ഇവിടുന്ന് രാത്രി കാലങ്ങളിലൊക്കെയാണ് മണ്ണ് കടത്താറുള്ളത്. ഇപ്പോൾ പകൽ സമയത്ത് വണ്ടികൾ വന്ന് പല സ്ഥലങ്ങളിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി നിറക്കുകയാണ്. യാതൊരു കാരണവശാലും മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഇന്നു മുതൽ ഞങ്ങൾ ഇവിടുത്തെ വർക്ക് നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് രാത്രി മുതൽ നാട്ടുകാരുടെ കെയർ ഓഫിൽ ഇവിടെ ഉണ്ടാവും. വെള്ളക്കെട്ട് വലിയ ഭീഷണിയാണ്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് കടന്ന് ഈ വെള്ളം നേരെ തൊട്ട് താഴെ സ്കൂളിലാണ്, LP സ്കൂളാണ്. LKG മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഭീഷണി തന്നെയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നു പരിശോധിച്ച് പോയി. ഈ സ്ഥലത്തിൻ്റെ ഉടമകൾക്കെതിരെ നിയമ നടപടി എടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം ഏതോ സ്റ്റേറ്റിലുള്ള ആളുകളാണ്. ഏത് നിമിഷവും പൊട്ടിയൊഴുകാവുന്ന വൻ വെള്ളക്കെട്ട് ദേശീയപാതയിൽ നിന്ന് കേവലം 100 മീറ്റർ അകലെയായാണ് രൂപപ്പെട്ടത്. സംഭവം അറിഞ്ഞ് പരിശോധനയ്ക്ക് എത്തിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. അവര് വന്നിട്ട് ഇത് മൂടാനുള്ള ഏർപ്പാട് ചെയ്തു. സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര വിഷമം ഇത് അനുഭവിക്കുന്ന നാട്ടുകാർക്ക് എത്ര വിഷമം അല്ലാണ്ട് വന്നവരോട് വെറുതെ എന്താണെന്നറിയോ, സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് അവരുടെ വിചാരം. അവര് ഡയറക്റ്റ് സർക്കാർ സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് നേരിട്ട് ചെയ്യിക്കുന്നതാണ്. ഒരാളും മിണ്ടാൻ പാടില്ല. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പരിശോധനയ്ക്കെത്തിയ ജിയോളജി വകുപ്പ് കരാർ കമ്പനിയായ മെഗാ കൺസ്ട്രക്ഷൻ അനുമതി തേടിയിട്ടില്ലെന്നും കമ്പനിക്ക് 2 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് അറിയിച്ചു. മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഇത് സംബന്ധിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അനധികൃത മണ്ണ് കടത്തിന് റോയൽറ്റി തുകയുടെ 5 ഇരട്ടി തുക പിഴ ചുമത്തുമെന്നും സ്ഥലം സന്ദർശിച്ച ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ സൂരജ് പറഞ്ഞു. ദേശീയപാതയിൽ പലയിടത്തും വിള്ളൽ രൂപപ്പെടുകയും സർവീസ് റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെയാണ് പരിസ്ഥിതിക്ക് വൻ നാശമുണ്ടാക്കാവുന്ന ഈ അനധികൃത പ്രവൃത്തി കണ്ടെത്തിയത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ കാസർഗോഡ് ചാലിങ്കാലിൽ നിന്ന് വൻതോതിൽ മണ്ണ് കടത്തിയ സംഭവം. നിർമ്മാണ കമ്പനിയായ മേഘയ്ക്ക് ജിയോളജി വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 3 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. ഇതിനിടയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വീണ്ടും പരിശോധന നടത്തി. ചാലിങ്കാലിൽ നിന്നും റവന്യൂ ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെയാണ് വൻതോതിൽ മണ്ണ് കടത്തിയത്. ദേശീയപാതയുടെ സമീപമുള്ള 3 ഏക്കറോളം വരുന്ന ഭൂമിയിൽ 9 മീറ്ററോളം താഴ്ചയിലാണ് മണ്ണ് നീക്കിയതെന്ന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സർവേ സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. അനുമതിയില്ലാതെയാണ് മണ്ണെടുത്തതെന്ന് വ്യക്തമായതിനു പിന്നാലെ കാരണം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ കമ്പനിയായ മേഘയ്ക്ക് ജിയോളജി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അനുമതിയില്ലാതെയാണ് മണ്ണെടുത്തതെന്ന് പരിശോധനയിൽ വ്യക്തമായെന്നും 3 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. മണ്ണെടുത്ത പ്രദേശത്ത് മഴ പെയ്തതോടെ ആഴത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. എത്രയും വേഗം വെള്ളം നീക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുമ്പളയിലെ നിരീക്ഷണ ക്യാമറ മിഴി തുറന്നതോടെ നിയമലംഘനത്തിന് 1 ലക്ഷം രൂപ വരെ പിഴയിട്ട് നോട്ടീസ്. 2023 സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനരഹിതമായിരുന്നു. കുമ്പള ബദിയടുക്ക KSTP റോഡിൽ കുമ്പള ടൗണിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറ മിഴി തുറന്നു. ഇതോടെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിനു പിഴത്തുകയായി അടക്കേണ്ടത് ലക്ഷങ്ങൾ. 2023 നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത്. എന്നാൽ സാങ്കേതികമായ കാരണങ്ങളാൽ നിയമലംഘകർക്ക് നോട്ടീസ് ലഭിച്ചിരുന്നില്ല. ഏതാനും ദിവസം മുമ്പ് സാങ്കേതിക വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ ക്യാമറ സ്ഥാപിച്ചതു മുതലുള്ള നിയമലംഘനങ്ങൾക്കാണ് RTO നോട്ടീസ് അയച്ചു തുടങ്ങിയത്. കുമ്പളയിലെ വ്യാപാരിയും ഉപ്പള സ്വദേശിയുമായ ഹനീഫയോട് 40,000 രൂപ പിഴയടക്കണമെന്ന് കാണിച്ചാണ് നോട്ടീസ് അയച്ചത്. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരുന്നതിന് 28,000 രൂപയും ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഉപയോഗിക്കാതിരുന്നതിന് 28,000 രൂപയും ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കാത്തതിന് 18,000 രൂപയും അടക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടതായി ഹനീഫ പറഞ്ഞു. ബംബ്രാണയിലെ സന്ദീപിന് 1 ലക്ഷം രൂപ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള നോട്ടീസാണ് ലഭിച്ചത്. കുമ്പളയിലെ വ്യാപാരി അഷ്റഫിന് 60,000 രൂപയും ഭാസ്കര നഗറിലെ സന്ദീപിന് 10,000 രൂപയും അടയ്ക്കണമെന്ന് കാണിച്ചുള്ള നോട്ടീസാണ് ലഭിച്ചത്. പിഴ തുക അടയ്ക്കാൻ തയ്യാറാണെന്നും അതാതു സമയത്ത് നോട്ടീസ് ലഭിക്കാത്തതിന്റെ പേരിൽ പിഴത്തുക ഒന്നിച്ചടക്കാൻ കഴിയില്ലെന്നാണ് നോട്ടീസ് ലഭിച്ചവർ പറയുന്നു. ഇതിനകം 100 കണക്കിന് പേർക്ക് നോട്ടീസ് ലഭിച്ചതായി പറയുന്നു. നോട്ടീസ് കിട്ടിയവർ കഴിഞ്ഞ ദിവസം കുമ്പള ടൗണിലെ ക്യാമറയ്ക്ക് മുന്നിൽ ഒത്തുകൂടി പ്രതിഷേധം രേഖപ്പെടുത്തി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുമ്പള. പനയാൽ സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. പനയാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വിജയം നേടിയവരെ അനുമോദിക്കുന്നതിനായി വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. വിജയോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സിവിൽ സർവീസ് റാങ്ക് ജേതാവ് രാഹുൽ രാഘവൻ, ISL ഫുട്ബോൾ താരം PV വിഷ്ണു, ഇക്കഴിഞ്ഞ SLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ബാങ്ക് പരിധിയിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. കേരള സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഡോക്ടർ D സജിത് ബാബു IAS ഉദ്ഘാടനം നിർവഹിച്ചു. 5ാമത്തെ പരിപാടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞാനിങ്ങനെ ഓടി ശരിക്കും കുറേ വെള്ളം കുടിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ മുഴുവൻ കുട്ടികൾക്കും ഞാൻ രാവിലെ മാവേലിയിലെത്തിയിട്ടേ ഉള്ളൂ. വന്നുടനെ റെഡിയായി പ്രവേശനോത്സവത്തിന് പോയി. അതും ഷെഡ്യൂൾ ചെയ്യുന്ന പ്രോഗ്രാമായിരുന്നു. UP സ്കൂളിൽ, കാസർഗോഡ് ഗവൺമെൻറ് UP സ്കൂളിൽ. അങ്ങനെ ഓരോരോ പരിപാടി കഴിഞ്ഞാണ്. ഇത് അവസാനത്തെ പ്രോഗ്രാമാണ്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന എൻ്റെ ഗൺമാന്മാരും എൻ്റെ ഡ്രൈവേഴ്സ് ഉണ്ട്. അവരുമായിട്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് കാഞ്ഞങ്ങാട് വെച്ചിട്ട് എല്ലാവരും ചായ കുടിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഞാൻ ഫ്രീയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം ഈ ബുദ്ധിമുട്ടില്ല എല്ലാ കുട്ടികൾക്കും മുഴുവൻ കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ബാങ്ക് പ്രസിഡന്റും ഹോസ്ദുർഗ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനുമായ P മണിമോഹൻ അധ്യക്ഷത വഹിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ V ഗീത, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ T ശോഭന,
കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഗൌരി എന്നിവർ സംസാരിച്ചു. രാഹുൽ രാഘവൻ, പി.വി. വിഷ്ണു എന്നിവർ അനുമോദനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. പനയാൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എ. കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ. ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനം നിലച്ചു. ഡോക്ടർമാരുടെ ഒഴിവ് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. മഴക്കാലവും ഒപ്പം പനിക്കാലവും എത്തി. ഡെങ്കിപ്പനിയും കോവിഡും വൈറൽ പനിയും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മലയോരത്തിന്റെ ആതുരാലയത്തിന് ഡോക്ടറില്ലാ കാലം. 15 പേരുടെ സേവനം ലഭിക്കേണ്ടയിടത്ത് ആകെയുള്ളത് 7 ഡോക്ടർമാർ. അതിലൊരാൾ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയിലേക്ക് മാറിയതോടെ OP വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടവർ 6 ചുരുങ്ങി. ഇതോടെ പൂടംകല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനവും ഞായറാഴ്ച മുതൽ നിലച്ചു. ഓരോ ദിവസവും രാത്രികാലത്ത് പനിച്ചും ചുമച്ചും താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം വലുതാണ്. പകലാണെങ്കിൽ അത് ഇതിലുമധികമാകും. രാത്രി ഡോക്ടറുടെ സേവനം നിലച്ചതോടെ രോഗികൾ ഇനി സ്വകാര്യ ക്ലിനിക്കുകളെയോ 24 കിലോമീറ്റർ അകലെയുള്ള കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയെയോ ആശ്രയിക്കണം. കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ മുതൽ രാത്രി 8 മണി മുതൽ ഉള്ള OP നിർത്തലാക്കിയിരിക്കുകയാണ്. അവിടെ അന്വേഷിക്കുമ്പോൾ അവിടെ HMC മീറ്റിങ്ങിലടക്കം ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 14ഓളം ഡോക്ടർമാർ വേണ്ടെടുത്ത് 7 പേരെ ഡ്യൂട്ടിക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7ഓളം പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ്. കർഷകരും കർഷക തൊഴിലാളികളും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പനി മുതലായ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ പനത്തടിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും രോഗം മൂർധന്യാവസ്ഥയിലേക്ക് എത്തും. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം താൽക്കാലികമായി രാത്രി 8 വരെ മാത്രമാക്കിയിരിക്കുന്ന വിവരം പുറത്തുവന്നത്. സർജറിയിലും കുട്ടികളുടെ വിഭാഗത്തിലുമായി 2 വിദഗ്ധർ, 3 സിവിൽ സർജൻ, 6 അസിസ്റ്റന്റ് സർജൻ, 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ 15 ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത്. ഇതിൽ സർജൻ സ്ഥലം മാറിപ്പോയതോടെ വിദഗ്ധ ഡോക്ടറുടെ സേവനം കുട്ടികളുടെ വിഭാഗത്തിൽ മാത്രമായി ചുരുങ്ങി. 4 അസിസ്റ്റന്റ് സർജന്മാരിൽ ഒരാൾ മെഡിക്കൽ ലീവ് എടുക്കുകയും ചെയ്തതോടെ ആ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ എണ്ണം 3 ചുരുങ്ങി. നിലവിൽ ഒരു സിവിൽ സർജൻ ഉണ്ടെങ്കിലും സ്ഥലം മാറ്റി പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ ഉടൻ ആശുപത്രി വിടും. മുഴുവൻ സമയവും പ്രവർത്തിക്കേണ്ട അത്യാഹിത വിഭാഗത്തിലാകട്ടെ 4 ഡോക്ടർമാർ വേണ്ടിടത്ത് മെഡിക്കൽ ഓഫീസറെ കൂടാതെ 1 ഡോക്ടർ മാത്രമാണുള്ളത്. മെഡിക്കൽ ഓഫീസർക്കാകട്ടെ ഓഫീസ് ജോലിയുടെ ഭാരം കഴിഞ്ഞ് രോഗികളെ പരിശോധിക്കാൻ പലപ്പോഴും സമയം തികയാതെ സ്ഥിതിയുമാണ്. വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിലെ ഭൂരിഭാഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഉച്ച കഴിഞ്ഞുള്ള OPയും മുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൂടംകല്ല്. MSF സൗത്ത് ചിത്താരി ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്തു. MSF സൗത്ത് ചിത്താരി ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. MSF ശാഖാ പ്രസിഡന്റ് ഫലാഹ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MA നജീബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഏതെങ്കിലും ഉത്തരേന്ത്യൻ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേടിയ അറിവ്, അംഗീകാരം, നമുക്ക് ലഭിച്ച ഈ പദവി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആരാണ് കാരണക്കാർ? കേരളത്തിലേക്കാളും അധികം, എപ്പോഴും പറയാറുണ്ട്, കേരളത്തിലേക്കാളും അധികം മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. കേരളം കേവലം 80 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളത്. 2 കോടി മുസ്ലിങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ. എത്ര? 2 കോടി മുസ്ലിങ്ങൾ അധിവസിക്കുന്നു ഉത്തർപ്രദേശിൽ. UP ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ദിവസവും വാർത്തകൾ കേൾക്കാം. UPയിലെ പള്ളികൾ തകർക്കുക, മദ്രസകൾ തകർക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പത്രക്കോളങ്ങളിലെ വാർത്തകൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. മോട്ടിവേഷൻ സ്പീക്കർ സാദിഖുൽ അമീൻ ക്ലാസിന് നേതൃത്വം നൽകി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി CT സാഹിബ് എക്സലൻസി അവാർഡ് സമ്മാനിച്ചു.
MSF ജില്ലാ ട്രഷറർ ജംഷീദ് ചിത്താരി ഉന്നത വിജയികളെ സദസ്സിന് പരിചയപ്പെടുത്തി. ഖത്തർ ഹമാദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജിനോമിക്സ് ആൻഡ് പ്രിസിഷൻ മെഡിസിൻസ് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഫാത്തിമ കെ മുഹമ്മദിനെ അനുമോദിക്കുകയും സൗത്ത് ചിത്താരി പരിധിയിലുള്ള LSS USS പരീക്ഷയിൽ വിജയിച്ചവർ, 10ാം ക്ലാസ് +2 പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയവർ, വിവിധ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ മാട്ടുമൽ, ജനറൽ സെക്രട്ടറി സുബൈർ CP, ട്രഷറർ അബ്ദുള്ള PK, MSF അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസിം പാലായും, ജനറൽ സെക്രട്ടറി മിദ്ല ചഫാഫി, ട്രഷറർ സിയാദ് KU, വൈസ് പ്രസിഡന്റ് സാബിദ് CM, കുവൈറ്റ് KMCC മണ്ഡലം സെക്രട്ടറി കരീം CK, വാർഡ് മെമ്പർ CK ഇർഷാദ്, സൗത്ത് ചിത്താരി ജമാഅത്ത് ഭാരവാഹികളായ ഷറഫുദ്ദീൻ ബെസ്റ്റ് ഇന്ത്യ, അബ്ദുള്ള വളപ്പിൽ, ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹബീബ് കൂളിക്കാട്, സഹായി ട്രസ്റ്റ് ട്രഷറർ ഷരീഫ് മിന്ന, ഗാത്തിം കുന്നുമൽ, മുഹമ്മദ് കുഞ്ഞി ഖത്തർ എന്നിവർ ആശംസ അർപ്പിച്ചു. ശാഖ ജനറൽ സെക്രട്ടറി നജാദ് CK സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജാസിർ കുന്നുമൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൂട്ടം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ ലഭ്യമാവാതെ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങരുത് എന്ന ലക്ഷ്യവുമായി അക്ഷരമുറ്റം എന്ന പേരിൽ പഠനോപകരണ വിതരണം നടത്തി. കാഞ്ഞങ്ങാട് മഞ്ഞോട്ട് ദേവാലയത്തിന്റെ പാലാഴി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ ലഭ്യമാവാതെ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങരുത് എന്ന ലക്ഷ്യത്തോടുകൂടി അക്ഷരമുറ്റം എന്ന പേരിൽ പഠനോപകരണ വിതരണം നടത്തി. കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞോട്ട് ദേവാലയത്തിന്റെ പാലാഴി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ അജികുമാർ നാരായണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഒരു മനുഷ്യൻ ആദ്യമായി കൂട്ടം ചേരുന്നത് അവനവന്റെ വീട്ടിലാണ്. വീട് ഒരു കൂട്ടമാണ്, കുടുംബം അവനവന്റെ കുടുംബത്തിലാണ്, അല്ലേ? കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്നതാണ് കുടുംബം. അങ്ങനെ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്ന ഇടങ്ങളായി കേരളത്തിലെ 14 ജില്ലകളിലും അതിന് പുറത്തും അന്തർദേശീയ തലത്തിലുമൊക്കെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അംഗീകാരം നേടിക്കഴിഞ്ഞ കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ലോകത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാനുള്ള അഭിവാഞ്ചയാണ് ഓരോ മനുഷ്യരെയും മുന്നോട്ട് നയിക്കുന്നത്. ജീവിതം തിരിച്ചറിയുന്ന ഓരോ പടവുകളിലും നാം അനുഭവിക്കുന്നത് വർത്തമാനകാലത്ത് സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. ചടങ്ങിൽ കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ DB മെമ്പർ അഷ്റഫ് ആലങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കവയിത്രി പുഷ്പ കുളവയിലും സാമൂഹ്യ പ്രവർത്തകൻ ശരത്, ആദി നാരായണൻ എന്നിവരും സംസാരിച്ചു. കൂട്ടത്തിന്റെ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. രതീഷ് സ്വാഗതവും അംബിക സുനിൽ നന്ദിയും പറഞ്ഞു. അക്ഷരമുറ്റം പരിപാടിയിലൂടെ 60ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഒപ്പം കൂട്ടം കുടുംബാംഗങ്ങളുടെ മക്കളിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫലവൃക്ഷത്തോട്ടം ഒരുക്കാൻ വൃക്ഷത്തൈകളുമായി 1ാം ക്ലാസ്സിലെ കുരുന്നുകൾ. വാഴക്കോട് ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളാണ് ഞാനും വിദ്യാലയവും ഫലവൃക്ഷത്തണലിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രവേശനോത്സവ ദിനം സ്കൂൾ മുറ്റത്ത് ഫലവൃക്ഷ തൈകൾ നട്ടത്. ഫലവൃക്ഷത്തോട്ടം ഒരുക്കാൻ വൃക്ഷത്തൈകളുമായി 1ാം ക്ലാസ്സിലെ കുരുന്നുകൾ. വാഴക്കോട് ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളാണ് ഞാനും വിദ്യാലയവും ഫലവൃക്ഷത്തണലിൽ എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രവേശനോത്സവ ദിനം സ്കൂൾ മുറ്റത്ത് ഫലവൃക്ഷ തൈകൾ നട്ടത്. പ്രവേശനോത്സവം വാർഡ് മെമ്പർ A വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KV ബിജു തുമ്പയിൽ അധ്യക്ഷനായി. സ്ഥലം മാറ്റത്തെ തുടർന്ന് സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്ന പ്രധാന അധ്യാപകൻ PK ബിജു മാസ്റ്റർക്കും K രോഹിണി ടീച്ചർക്കും യാത്രയയപ്പും നൽകി. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് കോട്ടപ്പാറ ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി സ്കൂൾ ബാഗും 1ാം ക്ലാസ്സിലെയും പ്രൈമറി കുട്ടികൾക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന അമ്പലത്തറ യൂണിറ്റ് ട്രഷറർ PV കുഞ്ഞിക്കണ്ണൻ, കോട്ടപ്പാറ ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് E രാധാകൃഷ്ണൻ കാരാക്കോട്, സെക്രട്ടറി ശ്യാംകുമാർ, K രോഹിണി ടീച്ചർ, SMC ചെയർമാൻ KP സുകുമാരൻ, CDS മെമ്പർ ബിജി ബാബു, CV തമ്പാൻ, P ഗിരിജ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ PK ബിജു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബി നിഷാന്ത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാഴ്ന്നൂറടി അംഗൻവാടിയിൽ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി ഉദ്ഘാടനം ചെയ്തു.
അംഗൻവാടി പ്രവേശനോത്സവം വാഴന്നൂറിയടിയിൽ വിപുലമായി ആഘോഷിച്ചു. വാഴന്നൂറടി അംഗൻവാടിയിൽ വെച്ച് നടന്ന പ്രവേശനോത്സവം കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സരസ്വതി ഉദ്ഘാടനം ചെയ്തു. നമുക്കിപ്പോൾ കുട്ടികളായാലും അങ്ങനെ തന്നെ എത്രയോ കുട്ടികൾ നമ്മളെ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ നമ്മളെ ഒരു അവസാനം നമ്മളെ ഈ കൗൺസിലർ ദിനത്തിൽ നമ്മൾ ലാസ്റ്റ് പ്രവേശനോത്സവമാണ് ഇന്ന് ഇവിടെ വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പം തൊട്ട്. അപ്പം തന്നെ നമ്മൾ എല്ലാവരും കമ്മിറ്റിയെല്ലാം 2-3 തൊട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിലേക്ക് ഇന്നിവിടെ ചെയ്തു. പിന്നെ നമ്മുടെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറെ 30 വർഷമായിട്ട് എൻ്റെ മക്കളൊക്കെ പഠിപ്പിച്ചതാണ് ടീച്ചർ. അപ്പം തന്നെ നമ്മളെ സരോജിനി ടീച്ചർ ഉണ്ടായതാണ്. അപ്പം രാമകൃഷ്ണൻ വാഴന്നൂറടി അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി KR രാകേഷ്, ബാങ്ക് വാഴന്നൂറടി ബ്രാഞ്ച് മാനേജർ സജിനി, ബാങ്ക് ഓഡിറ്റർ C ശശി, എംപ്ലോയീസ് സൊസൈറ്റി സെക്രട്ടറി സിന്ധു വനിൽ, DYFI മോനാച്ച മേഖലാ സെക്രട്ടറി സുജിത്ത, മോനാച്ച അച്ചൂസ് മാനേജർ രാജേഷ് പാലക്കാട് എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ടീച്ചർ സരോജിനി സ്വാഗതം പറഞ്ഞു. മുൻ CDS ചെയർപേഴ്സൺ ഓമന നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ ഉദ്ഘാടനം ചെയ്തു. വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ പ്രവേശനോത്സവം അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ ഉദ്ഘാടനം ചെയ്തു. നാടൻപാട്ട് കലാകാരൻ രവി വാണിയംപാറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് P വിനോദ് അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, SMC ചെയർമാൻ A പ്രകാശൻ, മദർ PTA പ്രസിഡന്റ് K ജയശ്രീ, K ഉമാദേവി ടീച്ചർ, പ്രജീന എന്നിവർ സംസാരിച്ചു. LSS, USS 21 കുട്ടികൾക്ക് LSS നേടി അക്കാദമിക നിലവാരം വളരെയധികം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ഉറപ്പ് തരാം, നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഞങ്ങളിവിടെ നൽകും. ഹെഡ് മാസ്റ്റർ T വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ സ്വാഗതവും KV രാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പ്രീ പ്രൈമറി 1ാം ക്ലാസുകളിൽ പുതുതായി ചേർന്ന കുട്ടികൾക്ക് PTA പഠനോപകരണങ്ങൾ നൽകി. LSS, USS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രവേശനോത്സവ ഗാനത്തിന് കുട്ടികൾ നൃത്താവിഷ്കാരം നൽകി. രവി വാണിയംപാറ അവതരിപ്പിച്ച നാടൻപാട്ട്, കുട്ടികളുടെ കലാപരിപാടികൾ, ലഹരിവിരുദ്ധ പ്രഭാഷണം തുടങ്ങിയവ പ്രവേശനോത്സവത്തിന് പകിട്ടേകി. കാഞ്ഞങ്ങാട് മലബാർ ഗോൾഡ് ഏർപ്പെടുത്തിയ പഠന കിറ്റ് പ്രജിന കുട്ടികൾക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ന്യൂസ് ബ്യൂറോ, വേലാശ്വരം. മെട്രോ മുഹമ്മദ് ഹാജി സ്മരണാർത്ഥം കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ MK മുനീറിനും പ്രേമചന്ദ്രൻ MP-ക്കും മെട്രോ പുരസ്കാരം. ജൂൺ 10 മെട്രോ മുഹമ്മദ് ഹാജി ചരമവാർഷിക ദിനത്തിൽ പുരസ്കാരങ്ങൾ കൈമാറും. മെട്രോ മുഹമ്മദ് ഹാജിയുടെ സ്മരണാർത്ഥം കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ മെട്രോ പുരസ്കാരങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MK മുനീറിനും NK പ്രേമചന്ദ്രൻ MP-ക്കും നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജൂൺ 10 മെട്രോ മുഹമ്മദ് ഹാജി ചരമവാർഷിക ദിനത്തിൽ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചാണ് പുരസ്കാര ചടങ്ങ് നടക്കുക. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കാഞ്ഞങ്ങാടിന്റെ മനസ്സിലും ഹൃദയത്തിലും കുടിയേറിയ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. മെട്രോ മുഹമ്മദ് ഹാജി എന്ന ഫിലാന്ത്രോപിസ്റ്റ്, മനുഷ്യ സ്നേഹി. ആ മനുഷ്യൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 5 വർഷമാണ്. 5 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നു. അതിന്റെ കാരണം ദൈവം മനുഷ്യനെ എന്തിനാണോ സൃഷ്ടിച്ചത് അതിനുവേണ്ടി ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അഗതികള്, ഒരാശ്രയം വേണ്ടി വരുന്ന ആളുകൾ, അതുപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, അത്തരം ആളുകളെ സഹായിക്കുവാൻ വേണ്ടിയാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചത്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ഖാദർ മങ്ങാട്, EV ജയകൃഷ്ണൻ, ബഷീർ ആരങ്ങാടി, അബൂബക്കർ ഹാജി, കൺവീനർ റംസാൻ, ഡയറക്ടറായ A ഹമീദ് ഹാജി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് AISF
YF വെള്ളിക്കോത്ത് യൂണിറ്റിന്റെ സംയുക്താഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. കാഞ്ഞങ്ങാട് AISF YF വെള്ളിക്കോത്ത് യൂണിറ്റിന്റെ സംയുക്താഭിമുഖ്യത്തിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും CPI ജില്ലാ കൗൺസിൽ അംഗവുമായ A. ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, നോട്ട് പുസ്തകവും അതുപോലെ പെന്നും ഇവിടെ നൽകണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. കുറച്ച് വർഷങ്ങളായി ഈ സംഘടനകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇതിൻ്റെ പരിസരത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം പഠനോപകരണങ്ങൾ നൽകി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ഈ പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ സ്വാഗതം പറഞ്ഞ പ്രജീഷ് ഒരു മാഷാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ അറിയും എന്ന് എനിക്കറിയില്ല. SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. CPI ലോക്കൽ കമ്മിറ്റി അംഗം നാരായണൻ പള്ളിക്കാപ്പിൽ, CPI മുൻ ബ്രാഞ്ച് സെക്രട്ടറി KV രാഹുൽ എന്നിവർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. യോഗത്തിൽ KV കൊട്ടൻകുഞ്ഞി അധ്യക്ഷത വഹിച്ചു. CPI വെള്ളിക്കോത്ത് ബ്രാഞ്ച് സെക്രട്ടറി K. മധുസൂദനൻ, KV രാഘവൻ, കണ്ണൻ കാരണവർ എന്നിവർ സംസാരിച്ചു. O. പ്രതീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ ആർട്ട് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രവീന്ദ്രൻ രാവണേശ്വരത്തിന്റെ ഇന്ത്യൻ സുസ്ഥികയുടെ നിഴലിൽ എന്ന പുസ്തക ചർച്ച നടത്തി. സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ A. അശോകൻ പുസ്തകത്തെ പരിചയപ്പെടുത്തി. ബേക്കൽ ആർട്ട് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ രവീന്ദ്രൻ രാവണേശ്വരത്തിന്റെ ഇന്ത്യ സുസ്ഥിരയുടെ നിഴലിൽ എന്ന പുസ്തക ചർച്ച നടത്തിയത്. സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ A. അശോകൻ പുസ്തകത്തെ പരിചയപ്പെടുത്തി. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയ, ജനാധിപത്യ സ്വഭാവം, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കമ്മി, ജനാധിപത്യത്തിന്റെ കമ്മി, ഡെമോക്രസി ഡെഫിസിറ്റ് എന്ന് പറയും. ആ കമ്മി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രതികരിക്കാൻ സാധിക്കുന്നത്. ബേക്കൽ ആർട്ട് ഫോറം പ്രസിഡന്റ് അബു ത്വായി അധ്യക്ഷത വഹിച്ചു. KA ബക്കർ, ആർട്ട് ഫോറം സെക്രട്ടറി സുകുമാരൻ പൂച്ചക്കാട്, KN രാജേന്ദ്ര പ്രസാദ് എന്നിവർ സംസാരിച്ചു. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് റിട്ടയർഡ് DYSP K. ദാമോദരൻ, പൊതുപ്രവർത്തകൻ കരുണാകരൻ കുന്നത്ത്, ബാബു മണിയങ്ങാനം, K. അനിൽകുമാർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. LDF നേതൃത്വം നൽകുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഭരണ സ്തംഭനത്തിലാണെന്നാരോപിച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ 5-ന് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. LDF നേതൃത്വം നൽകുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഭരണ സ്തംഭനത്തിലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 5-ന് രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ മാന്തോപ്പ് മൈതാനിയിൽ നിന്നും മാർച്ച് ആരംഭിക്കും. എല്ലാ രീതിയിലും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം നിങ്ങൾക്കൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് അടച്ചിട്ടിന്നേക്ക് 60 ദിവസമായി. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തിട്ട് 6 വർഷവും 4 മാസവുമായി. പുതിയ ബസ് സ്റ്റാൻഡ് പ്രാവർത്തികമാക്കാൻ ഇതുവരെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. പഴയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ 60 ദിവസമായി അടച്ചിട്ടിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് യാർഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി പൂട്ടിയിട്ട് 2 മാസമായി. ഇതിനിടയിൽ ബസ് യാത്രക്കാരും വ്യാപാരികളും കഷ്ടത്തിലായി. അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തിട്ട് 6 വർഷവും 4 മാസവുമായി. ഇതുവരെയും അത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇവിടെ വാടകയ്ക്കെത്തിയ കച്ചവടക്കാർ അവിടെ നിന്ന് മാറുകയാണ്. ഇതിനെല്ലാമെതിരെ UDFന്റെ നേതൃത്വത്തിൽ ശക്തമായ സമര പരമ്പര നടത്തുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ MP ജാഫർ, കൺവീനർ KP ബാലകൃഷ്ണൻ, മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം K. മുഹമ്മദ് കുഞ്ഞി, KK ജാഫർ, K. ബാബു, ഷംസുദ്ദീൻ ആവിയിൽ, V. ഗോപി, ബഷീർ ആറങ്ങാടി, കമലാക്ഷൻ, M. കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മധ്യവേനൽ അവധി കഴിഞ്ഞ പുലൂർ ഗവൺമെന്റ് UP സ്കൂളിലേക്ക് തിരിച്ചെത്തിയ കുട്ടികളും പുതുതായി 1ാം ക്ലാസ്സിലെത്തിയ കുരുന്നുകളെയും അധ്യാപകരും PTA കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വരവേറ്റു.
തുടർന്ന് നടന്ന യോഗം വാർഡ് മെമ്പർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മധ്യവേനലവധി കഴിഞ്ഞ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലേക്ക് തിരിച്ചെത്തിയ കുട്ടികളെയും പുതുതായി 1ാം ക്ലാസ്സിലേക്ക് എത്തിയ കുരുന്നുകളെയും അധ്യാപകരും PTA കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വൻ സ്വീകരണത്തോടെയാണ് വരവേറ്റത്. തുടർന്ന് നടന്ന യോഗം വാർഡ് മെമ്പർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്ത് 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതുതായി 1ാം ക്ലാസ്സിൽ വിദ്യ തേടി വരുന്ന ദിവസം കൂടിയാണ്. നമ്മുടെ പ്രധാന അധ്യാപകൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് സർക്കാർ സ്കൂളുകളിലേക്ക് കോവിഡ് കാലത്ത് വന്ന ആ ഒരു കുട്ടികളുടെ ഒഴുക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് പ്രവചിത പ്രവേശനോത്സവം നടക്കുന്നത്. എന്തുകൊണ്ടോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ഉപരി നമ്മുടെ പുതിയ കാലഘട്ടത്തിന് അതിന് കിട്ടുന്നില്ല എന്ന ധാരണ ചില മനസ്സുകളിൽ പതിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെയാണ് ചില കോണുകളിൽ നിന്നും കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നത്. PTA പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ ഷീബ, പ്രീത എന്നിവരും A. കൃഷ്ണ, MV നാരായണൻ, A. ഷാജി, നിഷ കൊടവലം, PV ശൈലജ എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ ജനാർദ്ദനൻ സ്വാഗതവും TE ശ്രീനി നന്ദിയും പറഞ്ഞു. വിവിധ സംഘടനകൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്ന സൗത്ത് ചിത്താരി VP റോഡ് യുണൈറ്റഡ് ക്ലബ് SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്ന സൗത്ത് ചിത്താരി VP റോഡ് യുണൈറ്റഡ് ക്ലബ് SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് ഷെരീഫ് മിന്നയുടെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ CK ഇർഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾക്കും മുൻപന്തി നിൽക്കുന്ന ക്ലബ്ബാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങി ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വലിയൊരു അനുമോദന ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. +2 പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ 1200-ൽ 1200 മാർക്ക് നേടി ജില്ലയുടെ അഭിമാനമായ ദേവിക ഉൾപ്പെടെ 22 കുട്ടികളെ ക്ലബ്ബ് ആദരിച്ചു. കൂടാതെ സന്നദ്ധ പ്രവർത്തകരായ വിനോദ് താനത്തിങ്കൽ, മജീദ് K, ബഡ്വൻ അബ്ദുള്ള എന്നിവരെയും പരിപാടിയിൽ വെച്ച് ആദരിച്ചു. ക്ലബ്ബ് മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം അബ്ദുള്ള വളപ്പിൽ നിർവഹിച്ചു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ വെസ്റ്റ് ഇന്ത്യ, മിഥിലാജ് ഇസ്ഹാഖ്, ഹബീബ് കൂളിക്കാട് എന്നിവർ ആശംസ അർപ്പിച്ചു. യുണൈറ്റഡ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഹനീഫ PK സ്വാഗതവും ട്രഷറർ ചാഫ് CH നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാലയം പ്രവേശനോത്സവം നടന്നു. കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP T. ഉത്തംദാസ് ഉദ്ഘാടനം ചെയ്തു. നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാലയത്തിലെ പ്രവേശനോത്സവം നടന്നു. കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP T. ഉത്തംദാസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വളരെ ക്ഷമാപൂർവ്വം, വളരെ ക്ഷമിച്ച് അതിനെഴുതി അങ്ങനെ ആ കല്ല് മനോഹരമായ ഗണപതി ശില്പമായി മാറി. അതിനുശേഷം ഈ വിഗ്രഹത്തിനെ അമ്പലത്തിനകത്ത് പ്രതിഷ്ഠിച്ചു. അമ്പലം അവിടെ പ്രതിഷ്ഠിച്ചു, പൂജയൊക്കെ തുടങ്ങി. അമ്പലത്തിന്റെ ആദ്യത്തെ പ്രതിഷ്ഠ കഴിഞ്ഞ് അമ്പലത്തിൽ ഏറ്റവും മനോഹരമായ അമ്പലത്തിനകത്ത് ഏറ്റവും ഉള്ളിൽ ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് എല്ലാവരും നമ്മളെപ്പോലെയുള്ള വിശ്വാസികളായ എല്ലാവരും അമ്പലത്തിനകത്ത് പോയി ഈ വിഗ്രഹത്തെ തൊഴുവാൻ വേണ്ടിയാണ് പ്രതിഷ്ഠിച്ചത്, അല്ലേ? തീർച്ചയായും ഗണപതിയുടെ ഒരു അമ്പലമാകുമ്പോൾ ഈ ഗണപതിയുടെ അമ്പലത്തിന്റെ പുറത്ത് തേങ്ങ എറിഞ്ഞു നടക്കുന്ന സ്ഥലമുണ്ട്, അല്ലെ? തേങ്ങ അമ്പലത്തിനകത്ത് പോയി തേങ്ങ പൊട്ടിക്കുന്ന സ്ഥലമുണ്ട്. ഈ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഒരു കല്ല് ആവശ്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം സ്വഭാവ രൂപീകരണവും വലിയ പ്രാധാന്യം അറിയിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം ചെറുകഥയിലൂടെ കുട്ടികൾക്ക് അതിന്റെ പ്രാധാന്യം വിശദീകരിച്ചു കൊടുത്തു. വിദ്യാലയ ചെയർമാൻ ദാമോദരൻ ആർക്കിടെക്ട് അധ്യക്ഷനായ പരിപാടിയിൽ വിദ്യാനിധി ജില്ലാ സെക്രട്ടറി ജയകുമാർ നെല്ലിത്തറ, മാതൃസമിതി പ്രസിഡന്റ് ഹിമ രാജീവൻ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഭവ്യ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെയാണ് നടന്നത്.
ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ അച്ചാനൂരിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് ഉദ്ഘാടനം ചെയ്തു. 2 ലക്ഷത്തോളം കുട്ടികളിൽ നമ്മുടെ വിദ്യാലയത്തിലെ 37 വിദ്യാർത്ഥികളും ഉൾപ്പെടുകയാണ്. ആ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വലിയ നിലയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ ശിവശി സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ അജാനൂർ പഞ്ചായത്തിൻ്റെ പ്രവേശനോത്സവം എവിടെയാക്കണമെന്നുള്ളത് PEC-യിൽ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഏറ്റവും കൂടുതൽ കുട്ടികൾ പുതുതായി സ്കൂളിലേക്ക് വരുന്ന വിദ്യാലയത്തിലാക്കാന്നുള്ളതാണ്. വാർഡ് മെമ്പർ ഷിബ ഉമ്മർ അധ്യക്ഷത വഹിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുട്ടികളെ സ്കൂളിൽ സ്വീകരിച്ചു. അബ്ദുൾ സലാം മാസ്റ്റർ, BRDC, ലക്ഷ്മി തമ്പാൻ, അജാനൂർ ലയൺസ് പ്രസിഡന്റ് സുനിൽ രാജു, PM ഫൈസൽ, CH സുലൈമാൻ ഹാജി, തിരുവത്ത് മുസ്ല ഹാജി, PV സുരേഷ്, M ഹമീദ് ഹാജി, PK കണ്ണൻ, സറിന യൂസഫ്, PM A അസീസ്, PM കുഞ്ഞബ്ദുള്ള ഹാജി, ഹമീദ് ചേരക്കാടത്ത്, PM ഫറൂഖ് ഹാജി, റസാഖ് കൊളവയ, സഹസാദ് ബഹ്ഷൻ ഖാലിദ് അറബിക്കാടത്ത്, ഫസലുർ റഹ്മാൻ, CH റിയാസ്, സുരേഷ്, CK നാസർ, അജിത് ടീച്ചർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ വനജ ടീച്ചർ സ്വാഗതവും ഷബീർ ഹസൻ നന്ദിയും പറഞ്ഞു. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഭാവി വിദ്യാഭ്യാസ സാധ്യതകളെക്കുറിച്ചറിയാൻ ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹോട്ടൽ എമിറേറ്റ്സിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. +2 കഴിഞ്ഞ ഇനി എന്താ, നാളെ ഉജ്ജ്വലമാക്കാൻ ഇന്ന് ശരിയായ വഴിയറിയൂ എന്ന ക്യാപ്ഷനോടുകൂടി റൈറ്റ് പാത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് അനുയോജ്യമായ കോഴ്സുകളിൽ ചേരുകയും അത് പഠിക്കുകയും അതിൽ വിജയിക്കുകയും അതുവഴി ജീവിതത്തിൻ്റെ സുഖകരമായ വഴികളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് ഇന്ന് പ്രഗത്ഭരായ അധ്യാപകന്മാർ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരും. എൻ്റെ ദൗത്യം ഇതൊന്ന് ഉദ്ഘാടനം ചെയ്ത് ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി വഴിയൊരുക്കുക എന്നതാണ്. അതോടൊപ്പം ഒരു പൊതുവായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് നേരം മാത്രം സംസാരിക്കുക. ചിലപ്പോൾ അത് നിങ്ങളുടെ മുഖഭാവം നോക്കിയിട്ട് അങ്ങനെ നീണ്ടു പോകും. എന്ത് തന്നെ 2 മണി വരെ നിങ്ങൾക്ക് കരുതൽ തടങ്കൽ ശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് കമ്മിറ്റി തീരുമാനിച്ച സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചാൽ പോലും അതിൽ ഇളവ് പരോൾ അനുവദിക്കാണെങ്കിൽ ഇളവ് അനുവദിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇതിന്റെ ക്രമീകരണം അങ്ങനെ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് ട്രഷറർ അനീഷ് കുറുമ്പാലം അധ്യക്ഷത വഹിച്ചു. വിദേശ പഠനം സാധ്യതകളും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ മുഹമ്മദ് ആഷിഖ് ക്ലാസ് എടുത്തു. AI ടൂൾസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ സുമേഷ് കെയും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തായന്നൂർ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. രക്ഷിതാക്കളോടൊത്തെത്തിയ കുട്ടികളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്കൂളിലേക്ക് ആനയിച്ചത്. തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. രക്ഷിതാക്കളുമൊത്തെത്തിയ കുട്ടികളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്കൂളിലേക്ക് ആനയിച്ചത്. അധ്യാപകരും PTA അംഗങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഘോഷയാത്രയിൽ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ PM അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കള്ളാർ ഡിവിഷൻ മെമ്പർ ഷിനോജ് ചാക്കോ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിത SN നിർവഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം നേരുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷക്കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി കേരള സർക്കാരിന്റെ ദീർഘ പദ്ധതി വഴി കിഫ്ബി KDP ഉൾപ്പെടുന്ന പദ്ധതികൾ വഴി മികച്ച രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടിയുള്ള മാറ്റങ്ങളും അതോടൊപ്പം തന്നെ അക്കാദമിക് നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖല മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്കൂളിന് അനുവദിച്ച വിവിധ പദ്ധതികളായ നവീകരിച്ച പ്രൈമറി കമ്പ്യൂട്ടറിൽ ലാബ്,
സ്മാർട്ട് ക്ലാസ് റൂം, RO വാട്ടർ പ്യൂരിഫയർ, സ്റ്റീം കുക്കർ യൂണിറ്റ്, HSS കുടിവെള്ള പദ്ധതി ഇവയുടെ ഉദ്ഘാടനവും നടന്നു. ഈ വർഷത്തെ SLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്കും LSS, USS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഇൻസ്പയർ അവാർഡ് നേടിയ കുട്ടിക്കും പരപ്പ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ ഉപഹാരം നൽകി. LKGയിലേക്കും 1ാം ക്ലാസ്സിലേക്കും പ്രവേശനം നേടിയ മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി സ്കൂൾ ബാഗ് വിതരണം ചെയ്തു. കൊടുമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് 15ാം വാർഡ് മെമ്പർ രാജീവൻ ചീരോൽ, കൊടുമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡ് മെമ്പർ ബാലകൃഷ്ണൻ, മുൻ SMC ചെയർമാൻ വർഗീസ്, സ്കൂൾ വികസന സമിതി വൈസ് പ്രസിഡന്റ് കരുണാകരൻ നായർ, PTA പ്രസിഡന്റ് E. രാജൻ, SMC ചെയർമാൻ ഷൺമുഖൻ, MPTA പ്രസിഡന്റ് പ്രീതി എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ VK സൈനുദ്ദീൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തായന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നിർമ്മാണത്തിനായി കാസർഗോഡ് ചാലിങ്കാലിൽ കരാർ കമ്പനി അനുമതിയില്ലാതെ നടത്തിയ വൻ മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടത്തിയ മണ്ണെടുപ്പിന്റെ കാഴ്ചകൾ ആരെയും ഞെട്ടിക്കുന്നതാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ കാസർഗോഡ് ചാലിങ്കാലിൽ നിന്ന് വൻതോതിൽ മണ്ണ് കടത്തിയ സംഭവം നിർമ്മാണ കമ്പനിയായ മേഘയ്ക്ക് ജിയോളജി വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കുമ്പളയിലെ നിരീക്ഷണ ക്യാമറ മിഴി തുറന്നതോടെ നിയമലംഘനത്തിന് 1 ലക്ഷം രൂപ വരെ പിഴയിട്ട നോട്ടീസ്. 2023 സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ സാങ്കേതിക കാരണങ്ങളാൽ പ്രവർത്തനരഹിതമായിരുന്നു. പനയാൽ സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. കൂടംകല്ല് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും ലഭിച്ചിരുന്ന ഡോക്ടർമാരുടെ സേവനം നിലച്ചു. ഡോക്ടർമാരുടെ ഒഴിവ് പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. MSF സൗത്ത് ചിത്താരി ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. കൂട്ടം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ ലഭ്യമാവാതെ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങരുത് എന്ന ലക്ഷ്യവുമായി അക്ഷരമുറ്റം എന്ന പേരിൽ പഠനോപകരണ വിതരണം നടത്തി. കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞോട്ട് ദേവാലയത്തിന്റെ പാലാഴി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.